വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, 6th സെമസ്റ്റർ ബികോം മാനേജ്മെന്റ് അക്കൗണ്ടിംഗിന്റെ എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കാൽക്കുലേറ്റ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ടോട്ടൽ ഗ്രോസ് സെയിൽസ് 13 lakh, cash sales 2 lakh, sales returns 5,000, total sales at the end rupees 2,10,000. നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ഇക്വേഷൻസ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ആവറേജ് ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇത് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ് ഫസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെറ്റ് credit sales is equal to total gross sales minus cash sales minus sales returns. Next, average debtors is equal to opening debtors plus closing debtors divided by 2. ഇനി നമുക്ക് ഫസ്റ്റ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ സെയിൽസ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 13 lakh മൈനസ് ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh മൈനസ് സെയിൽസ് റിട്ടേൺസ് 5,000 കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത്. 13 lakhന് 2 lakh മൈനസ് ചെയ്യുമ്പോൾ 11 lakh. 11 lakhന്ന് 5,000 ലെസ് ചെയ്യുമ്പോൾ 10 lakh and 95,000. 10 lakh and 95,000 നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആവറേജ് ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇതിൽ നമുക്ക് ഒറ്റയൊരു ഡെപ്റ്റേഴ്സ് തന്നിട്ട് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആവറേജ് ഡെപ്റ്റേഴ്സ് എത്രയാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്? 2,10,000. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ is equal to നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന 10 lakh and 95,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 2 lakh and 10,000 ആണ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 5.2 ടൈംസ് ആണ്. റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? ടൈംസ് 5.2 ടൈംസ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫോളോയിങ് ഈസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് റെഡിൻ ലിമിറ്റഡ് ഓൺ 31st December 2005. നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് അതാണെങ്കിൽ ബാലൻസ് ഷീറ്റ് നോക്കാം. ലൈബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ലൈബിലിറ്റി സൈഡ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ 1 lakh ഷെയർസ് ഓർ rupees 1 each 1 lakh. Profit and loss account 15,000. General reserve 20,000. Development rebate reserve 10,000. Bank overdraft short term ആണ് 2 lakh. Sundry creditors 50,000. Bills payable 25,000. Liability side total വന്നിരിക്കുന്ന 4 lakh and 20,000. നെക്സ്റ്റ് അസറ്റ് സൈഡ് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 70,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh and 70,000. സ്റ്റോക്ക് ആൻഡ് ട്രേഡ് 1 lakh. Sundry debtors 55,000. Bills receivable 5,000. Cash at bank 20,000. Assets at total 4 lakh and 20,000. രണ്ട് സൈഡും ബാലൻസ് ഷീറ്റ് ഈക്വലായി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നോക്കാം. ഫ്രം ദി എബവ് ബാലൻസ് ഷീറ്റ് കാൽക്കുലേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എ കറന്റ് റേഷ്യോ, ബി ക്വിക്ക് റേഷ്യോ ആൻഡ് സി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നമുക്കിത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം.
ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമുക്കറിയാം കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു എ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഏതാണ് എ. കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റ്സ് നമുക്കറിയാം ഷോർട്ട് ടൈം അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ് എന്ന് പറയാം. ഷോർട്ട് ടൈം ലയബിലിറ്റി ആണെന്ത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കറിയാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റിൽ നമുക്ക് എഴുതാം. കറണ്ട് അസറ്റ്സ് അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 1 lakh ആണ്. നെക്സ്റ്റ് സൺട്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ് 55,000. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ 5,000. Next item, cash at bank 20,000. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കറണ്ട് അസറ്റ്. നമ്മൾ ആഡ് ചെയ്യുന്നു 1 lakh പ്ലസ് 55,000 പ്ലസ് 5,000 പ്ലസ് 20,000. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,80,000. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് തന്നിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ ലോങ് ടൈം ലയബിലിറ്റി ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോങ് ടൈം ആണ്, ജനറൽ റിസർവ് ലോങ് ടൈം ആണ്, ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ലോങ് ടൈം ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോർട്ട് പീരീഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെ ഓടിന്ന് വേണ്ടി നമുക്ക് എഴുതാം. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 lakh. നെക്സ്റ്റ് ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് 50,000. നെക്സ്റ്റ് ബിൽസ് പേബിൾ 25,000. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കറണ്ട് ലയബിലിറ്റി നമ്മൾ 3 ഐറ്റമേ ഉള്ളൂ. 2 lakh, 50,000, 25,000 തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 lakh and 75,000. നെക്സ്റ്റ് നമുക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു കറണ്ട് അസറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് 1,80,000 കിട്ടി, ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 2,75,000 കിട്ടി. ഇനി എമൗണ്ട് ആഡ് ചെയ്യാം. 1,80,000 ഡിവൈഡഡ് ബൈ 2,75,000 ഈസ് ഇക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 0.65:1 ടൈംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ഈസ് ഇക്വൽ ടു ക്വിക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ക്വിക്ക് അസറ്റ്സ് divided by quick liabilities or liquid liabilities. ഇനി എങ്ങനെയാണ് ക്വിക്ക് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ക്വിക്ക് അസറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ്? ക്വിക്ക് അസറ്റ്സ് ഈസ് ഇക്വൽ ടു കറണ്ട് അസറ്റ്സ്
മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നെക്സ്റ്റ് ക്വിക്ക് ലൈബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ക്വിക്ക് ലൈബിലിറ്റീസ് ഓർ ലിക്വിഡ് ലൈബിലിറ്റീസ് എന്നൊക്കെ പറയും. ഈസിക്കൽ ടു കറണ്ട് ലൈബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഫസ്റ്റ് നമ്മൾ ക്വിക്ക് അസറ്റ്സ് കണ്ടുപിടിക്കാം. ക്വിക്ക് അസറ്റ്സ് ഈസിക്കൽ ടു നമുക്കിവിടെ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്താൽ നമ്മുടെ ഈ ക്വസ്റ്റിനിൽ സ്റ്റോക്കുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ടോട്ടൽ കിട്ടിയ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ലെസ് ചെയ്താൽ മതി. കറണ്ട് അസറ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട്, നമ്മുടെ ക്വസ്റ്റിൽ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് 1,80,000. അതിൽ നിന്ന് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുന്നത്, സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 1 lakh ആണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 80,000. നെക്സ്റ്റ് ക്വിക്ക് ലൈബിലിറ്റീസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വിക്ക് ലൈബിലിറ്റീസ് ഈസിക്കൽ ടു നമുക്കിവിടെ കറണ്ട് ലൈബിലിറ്റീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എത്ര 2,75,000 മൈനസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ 2 lakh. അതിൽ ഡിഡക്റ്റ് ചെയ്യുക. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 75,000. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. ക്വിക്ക് റേഷ്യോ ഈസിക്കൽ ടു ക്വിക്ക് അസറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന 80,000 ഡിവൈഡഡ് ബൈ ക്വിക്ക് ലൈബിലിറ്റീസ് നമുക്ക് കിട്ടിയിരിക്കുന്ന 75,000. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് നോക്കാം. 80,000 നിന്ന് 75,000 ഡിവൈഡ് ചെയ്യുക. ഈസിക്കൽ ടു 1.06:1 ടൈംസ്. സി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇക്വേഷൻ ഇതാണ് വരിക. ലോങ് ടേം ഡെപ്റ്റ്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ലോങ് ടേം ഡെപ്റ്റ്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ നമുക്ക് എക്സ്റ്റേണൽ ഇക്വിറ്റീസ്. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി ആണ് നമുക്കറിയാം. ഡിവൈഡഡ് ബൈ ഇന്റേണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി. അപ്പം നമുക്ക് ഇക്വേഷനിൽ ഇങ്ങനെ എഴുതാം. എക്സ്റ്റേണൽ ഇക്വിറ്റീസ് divided by internal equities. External equities എന്ന് പറഞ്ഞാൽ എന്താണ്? External equities വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈക്വൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ്. ഇന്റേണൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഇന്റേണൽ ഇക്വിറ്റീസ് അല്ലേ? ഇന്റേണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റി. ഇനി നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി റേഷ്യോ എക്സ്റ്റേണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി. നമ്മുടെ കോസ്റ്റിലെ കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് നമ്മൾ
കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. എക്സ്റ്റേണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇക്വിറ്റീസ്. എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 2,75,000. ഇനി ഇന്റേണൽ ഇക്വിറ്റീസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇന്റേണൽ ഇക്വിറ്റീസ് ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലോങ് ടേം ലയബിലിറ്റീസ് ഏതൊക്കെ നോക്കാം. ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് P&L അക്കൗണ്ട് പ്ലസ് ജനറൽ റിസർവ് പ്ലസ് ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കേ. 1 lakh പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ് 15,000. ജനറൽ റിസർവ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20,000. ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് തന്നിരിക്കുന്നത് എത്രയാണ് 10,000. ഈ 4 ഐറ്റം തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. 1 lakh, 15,000, 20,000, 10,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,45,000. നെക്സ്റ്റ് debt equity ratio is equal to debt equity ratio is equal to external equities നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 2,75,000 ഡിവൈഡഡ് ബൈ ഇന്റേണൽ ഇക്വിറ്റീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 1,45,000 is equal to answer 1.89:1 times. Okay, next questions നോക്കാം. Make percentage trend analysis from the following details taking 2000 as the base year. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ 2000 ആണ് ബേസ് ഇയർ. ട്രെൻഡ് പെർസെൻറ്റേജ് ആണ്. ട്രെൻഡ് പെർസെൻറ്റേജ് അനലൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇയർ നമുക്ക് തന്നെ 4 ഇയർ തന്നിട്ടുണ്ട് നോക്കുക. 2000, 2001, 2002, 2003. ഫിക്സഡ് അസറ്റ് 1 lakh, 1 lakh and 50,000, 1 lakh and 30,000, 1 lakh and 10,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ് 50,000, 60,000, 75,000, 90,000. നെക്സ്റ്റ് ടോട്ടൽ അസറ്റ്സ് ആണ് 1 lakh and 50,000, 2 lakh and 10,000, 2 lakh and 5,000, 2 lakh. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി ആണ് തന്നിരിക്കുന്നത് 1 lakh, 1 lakh and 40,000, 1 lakh and 40,000, 1 lakh and 40,000. നെക്സ്റ്റ് ലയബിലിറ്റി 50,000, 70,000, 65,000, 60,000. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ട്രെൻഡ് പെർസെൻറ്റേജ് അനലൈസസ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഐറ്റംസ് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഐറ്റം തന്നിരിക്കുന്നത് നോക്കിക്കേ, ഫിക്സഡ് അസറ്റ്. ഐറ്റത്തിൻ്റെ കോളത്തിൽ എഴുതുന്നു ഫിക്സഡ് അസറ്റ്സ്. സെക്കൻഡ് ഐറ്റം കറണ്ട് അസറ്റ്. ഐറ്റങ്ങൾ അത് എടുത്തെഴുതുകയാണ് കറണ്ട് അസറ്റ്സ്. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ലയബിലിറ്റീസ്. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഐറ്റങ്ങൾ. 2000 നമുക്ക് ഫിക്സഡ് അസറ്റ് എത്രയാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 1 lakh. കറണ്ട് അസറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് 50,000. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് തന്നിരിക്കുന്നത്
1 lakh. നെക്സ്റ്റ് ലയബിലിറ്റീസ് എത്രയാണ് തന്നിരിക്കുന്നത്? 50,000. ഇനി ഇവിടെ നമുക്ക് ബേസ് ഇയർ എന്താണ് 2000 ആണ് എടുക്കുന്നത് പറയുന്നു. അപ്പോൾ എങ്ങനെ വരും? 1 lakh ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 എത്രയാണ്? 100 ആണ്. നെക്സ്റ്റ് 50,000 ബൈ 50,000 ഇൻറ്റു 100 100. നെക്സ്റ്റ് 1 lakh ബൈ 1 lakh ഇൻറ്റു 100 100 തന്നെ. നെക്സ്റ്റ് 50,000 ബൈ 50,000 ഇൻറ്റു 100 എത്രയാണ്? 100 തന്നെയാണ്. 2001 നോക്കിക്കോ. ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1,50,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് 60,000 തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 1,40,000. നെക്സ്റ്റ് ലയബിലിറ്റീസ് 70,000. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് ഇയർ 2000 തന്നെ എടുക്കുന്ന ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം 1,50,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 എത്രയാണ്? 1,50,000. നെക്സ്റ്റ് 60,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100 എത്രയാണ് വരിക? 120. നെക്സ്റ്റ് 1,40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 എത്രയാണ് വരിക? 1,40,000. നെക്സ്റ്റ് 70,000 ബൈ 50,000 ഇൻറ്റു 100 എത്രയാണ് വരിക? 1,40,000. 1,40,000 പെർസെൻറ്റേജ് നമ്മൾ 1,40,000. നെക്സ്റ്റ് 2022 ഫിക്സഡ് അസറ്റ് നോക്കുക. 1,30,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് 75,000. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ 1,40,000. നെക്സ്റ്റ് ലയബിലിറ്റീസ് 65,000. ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ബേസ് ഇയർ 2000 തന്നെയാണ് എടുക്കേണ്ടത്. 1,30,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 എത്രയാണ് നമുക്ക് കിട്ടുക? ആൻസർ 1,30,000. നെക്സ്റ്റ് 70,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100 1,50,000. നെക്സ്റ്റ് 1,40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 136.67. നെക്സ്റ്റ് 1,40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 1 lakh അതിൻ്റെ പെർസെൻറ്റേജ് 140 ആണ്. നെക്സ്റ്റ് 65,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100 130. ലാസ്റ്റ് ഇയറിൽ നോക്കുക. ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1,10,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് 90,000. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ 1,40,000. നെക്സ്റ്റ് ലയബിലിറ്റീസ് 60,000. ഇനി നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ട് ബേസ് ഇയർ എപ്പോഴും എന്താണ് 2000 തന്നെയാണ് എടുക്കേണ്ടത്. 1,10,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 പെർസെൻറ്റേജ് 110. നെക്സ്റ്റ് 90,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100 180. നെക്സ്റ്റ് 140,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 140. നെക്സ്റ്റ് 60,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100 120. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ആസ് ഫോളോസ്. 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each, ₹50,000. ഇക്വിറ്റി ഷെയർസ് ₹100 each, 70 lakh. ടോട്ടൽ വരുന്നത് 1,20 lakh. നെക്സ്റ്റ് 8% ഡിബെഞ്ചേഴ്സ് 90 lakh. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,10 lakh. അഡീഷണൽ ഇൻഫർമേഷൻസ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 15 lakh. ഇക്വിറ്റി ഡിവിഡൻഡ് പെയ്ഡ് 10%. മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ₹200. കാൽക്കുലേറ്റ് ദി ഫോളോയിങ്. ഏർണിംഗ് പെർ ഷെയർ, ദാറ്റ് മീൻസ് EPS. സെക്കൻഡ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ
നെക്സ്റ്റ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഏർണിംഗ് പെർ ഷെയർ. ഫസ്റ്റ് ഓഫ് ഓൾ ഏർണിംഗ് പെർ ഷെയർ, ഏർണിംഗ് പെർ ഷെയർ, EPS എന്നൊക്കെ പറയും, EPS. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഏർണിംഗ് പെർ ഷെയർ ഈസ് ഇക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് dividend all divided by number of equity shares, number of equity shares. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഇക്വൽ ടു, നമുക്കിവിടെ പ്രിഫറൻസ് ഷെയർസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് എമൗണ്ട് ഇല്ലേ, 50 lakh ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക 50 lakh ഇൻറ്റു ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഷെയർ എത്ര പേഴ്സന് 10% ആണ്. അപ്പോൾ 10/100 ഈസ് ഇക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 5 lakh എന്ന് ആൻസർ കിട്ടുന്നുണ്ട് ഇല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ അഡീഷണൽ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇവിടെ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും, 15 lakh മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 lakh. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10 lakh. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെ നോക്കിക്കേ 70 lakh ആണ് തന്നിരിക്കുന്നത്. 70 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഇവിടെ നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഇക്വിറ്റി ഷെയറിന് 100 ഈച്ച് ആണ് അല്ലേ. അപ്പോൾ 100 ആൻസർ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 70,000. എത്ര ഇക്വിറ്റി ഷെയർ ആണ്, 70,000 ഇക്വിറ്റി ഷെയർ ആണ്. ടോട്ടൽ 70 lakh തന്നിട്ടുണ്ട് എമൗണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 70,000 ഇക്വിറ്റി ഷെയർ ആണ് ഉള്ളത്. ഇനി ഏർണിംഗ് പെർ ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. EPS ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. എത്രേ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു 10 lakh. ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 70,000 ഈസ് ഈക്വൽ ടു ആൻസർ 14.25 ആണിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി സെക്കൻഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് നമ്പർ 2, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഏതാണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ all divided by earnings per share.
ഏർണിങ്സ് പെർ ഷെയർ. ഏർണിംഗ് പെർ റേഷ്യോ കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ. ഇവിടെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ എത്രയാണ് തന്നിരിക്കുന്നത്? 200 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. എത്ര കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? എത്ര? 14.28. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 14. പ്രൈസ് ഏർണിംഗ് റേഷ്യോ 14 ആൻസർ കിട്ടി. നെക്സ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. തേർഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൽ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഡിബഞ്ചേഴ്സ് പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ all divided by equity share capital. Equity share capital. ഡിബഞ്ചേഴ്സ് നമ്മുടെ കോഴ്സിൽ തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ഡിബഞ്ചേഴ്സ് 90,000 എന്ന് തന്നിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50,000. ഡിബഞ്ചേഴ്സ് എത്രയാണ്? 90,000. 90 lakh ആണ്. 90 lakh പ്ലസ് പ്രിഫറൻസ് ഷെയർസ് എത്രയാണ്? 50 lakh. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 crore and 40 lakh. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 70 lakh ആണ്. അപ്പം നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. 1 crore 40 lakh all divided by ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്രയാണ്? 70 lakh. ആൻസർ 2:1. ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇതൊരു എസ്സേ ടൈപ്പാണെന്ന് നമുക്ക് അറിയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.